ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രാവൽ വീഡിയോയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 4300 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാർ ടൈഗർ റിസർവിന്റെ ഉൾവനത്തിലുള്ള വർഷത്തിൽ ഒരേ ഒരു ദിവസം മാത്രം പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള മംഗളാദേവി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള 10,000-കണക്കിന് ആളുകളുടെ സ്വപ്നമാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മംഗളാദേവി ക്ഷേത്രത്തിൽ ഒന്ന് പോകുക എന്നുള്ളത്. നിങ്ങൾക്ക് മംഗളാദേവി ക്ഷേത്രത്തിൽ പോകാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. കാരണം മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമായ പല കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ കടുവാക്കാട്ടിനുള്ളിലെ ഈ അത്ഭുത ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. വെളുപ്പിന് 4 മണിക്ക് തൊടുപുഴയിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. മലയാളികളുടെ സ്വന്തം വാഹനമായ KSRTCയിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമുക്ക് ഈ യാത്രയിൽ മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് ആദ്യം എത്തേണ്ടത് കേരള തമിഴ്നാട് ബോർഡർ ടൗണായ കുമിളിയിലാണ്. നമ്മൾ വെളുപ്പിനെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുമിളിയിലെത്തും. പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെ 13 കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് മംഗളാദേവി ക്ഷേത്രത്തിലെത്താനായിട്ട്. അതിനായിട്ട് നമുക്ക് കുമിളി ബസ് സ്റ്റാൻഡിൽ നിന്നും ട്രിപ്പ് ജീപ്പ് സംവിധാനമുണ്ട്. അതിന് കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ് ഇവിടെ കാണുന്നത്. ക്യൂ നിന്നൊക്കെ മടുത്തു കഴിഞ്ഞപ്പം അവിടെ തമിഴന്മാരൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു വെറൈറ്റി ഭക്ഷണം കഴിക്കണമെന്ന് എനിക്കും തോന്നി. ഇത് തെങ്ങിൻ്റെ കൂമ്പാണ്, പച്ചയായ തെങ്ങിൻ്റെ കൂമ്പ്. ഇത് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് അവർ ചെറിയ ചെറിയ സ്ലൈസുകളായിട്ട് മുറിച്ച് തരികയാണ്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, 20 രൂപയുള്ളൂ. വെറുതെ വാങ്ങിച്ച് കഴിച്ചു നോക്കി. നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വാങ്ങിച്ച് കഴിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ജീപ്പ് വന്ന് നമ്മൾ ജീപ്പിൽ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള ഓഫ് റോഡ് യാത്രയ്ക്ക് ഒരാൾക്ക് ഏകദേശം 150 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ പ്രവേശന കവാടം കടന്ന് നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള വഴി മൊത്തം നമുക്ക് ഓഫ് റോഡാണ്. 13 കിലോമീറ്റർ ഉണ്ട്. കാട്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള സകലമാന പ്ലാസ്റ്റിക് വസ്തുക്കളും കുപ്പിവെള്ളവും ബാക്കി ഫുഡിൻ്റെ ഐറ്റംസും എല്ലാം നമുക്ക് അവിടെ വാങ്ങിച്ചു വെക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ യാത്രയ്ക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. അത് കഴിഞ്ഞാൽ പിന്നെ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സുരക്ഷാ പരിശോധനയാണ്. പിന്നെ നമുക്ക് യാത്ര തുടരാൻ കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ യാത്രയിൽ സഞ്ചാരികളുമായി വനത്തിനുള്ളിലൂടെ 900 ജീപ്പുകളാണ് തുടർച്ചയായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ട്രക്കിംഗ് ജീപ്പുകൾ തുടർച്ചയായിട്ട് സർവീസ് നടത്തുന്നത് ഇന്നത്തെ ദിവസമായിരിക്കും. അതുപോലെയാണ് ഒന്നിനു പുറകിൽ ഒന്നായി എണ്ണിയെടുക്കാൻ കഴിയാവുന്നതിലും കൂടുതൽ ട്രക്കിംഗ് ജീപ്പുകളാണ്. അങ്ങനെ മംഗളാദേവിയെ കാണുവാനുള്ള നമ്മുടെ സാഹസിക യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ കാണുന്ന കുളങ്ങളൊക്കെ ഇവിടുത്തെ ആനകൾക്കും മറ്റ് ജീവികൾക്കും ഒക്കെ വെള്ളം കുടിക്കാൻ ആവശ്യമായ കുളങ്ങളാണ്. വേനലായതുകൊണ്ട് തന്നെ ഇതൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണിപ്പോൾ. എന്നാൽ വെള്ളം വറ്റുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ടാങ്കുകളിൽ എത്തിച്ച് വെള്ളം ഇവിടെ കൊടുക്കാറുണ്ട്. സാധാരണ മറ്റു ദിവസങ്ങളിൽ കാട്ടാന കൂട്ടങ്ങളുടെയും കടുവകളുടെയും മറ്റ് കാട്ടുമൃഗങ്ങളുടെയും ഒക്കെ വിഹാര കേന്ദ്രമാണ് ഇവിടം. പക്ഷെ ഇന്നത്തെ ദിവസം ഇത്രയധികം ജീപ്പുകളുടെയും ആയിരക്കണക്കിന് ജനങ്ങളുടെയും ഒച്ചയും ബഹളവും ഒക്കെ കാരണം ഒരൊറ്റ എണ്ണത്തെ കാണാനാകുമെന്ന് വിചാരിക്കേണ്ട. ജീപ്പ് പോകുന്ന അതേ വഴിയിലൂടെ തന്നെ ആളുകൾ നടന്നും പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നവർക്കായിട്ട് വഴിയിലെ പല ഭാഗങ്ങളിലും കുടിവെള്ളം ഒരുക്കിയിട്ടുണ്ട്. കാട്ടിലൂടെയുള്ള ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഒരു ജീപ്പിന് കഷ്ടിച്ച് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു വരുന്ന ജീപ്പുകൾ ഈ വഴിയിലൂടെ തന്നെ തിരിച്ചു വരുന്നതിനാൽ ചിലപ്പോഴൊക്കെ ഒരുപാട് നേരം വഴിയിൽ വെയിറ്റ് ചെയ്ത് കിടക്കേണ്ടി വരും. സീ ലെവലിൽ നിന്നും ഏകദേശം 4000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ. തിരക്ക് കാരണം കിലോമീറ്ററുകളോളം ദൂരം വണ്ടികൾ ബ്ലോക്ക് ആയി കിടക്കുകയാണ്. ദൂരെ വണ്ടി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വണ്ടി ഉടനെ അങ്ങ് നീങ്ങുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഇറങ്ങി 2 കിലോമീറ്ററോടെ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മലകൾക്കിടയിലൂടെ ഒരു ജീപ്പിന് മാത്രം പോകാവുന്ന വീതിയിലുള്ള വഴിയിലൂടെയാണ് നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ വരുന്ന വഴിയുടെ 2 വശത്തും വലിയ കൊക്കയാണ്. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന ഈ ഒരു വരമ്പിൻ്റെ വലതുവശത്ത് കാണുന്ന കൊക്ക തമിഴ്നാട്ടിലും ഇടതുവശത്ത് കാണുന്ന കൊക്ക കേരളത്തിലുമാണുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് 1500ഓളം വർഷങ്ങൾ പഴക്കമുള്ള പുരാതനമായ മംഗളാദേവി ക്ഷേത്രം. വർഷങ്ങളായിട്ട് കേരളവും തമിഴ്നാടുമായി തർക്ക വിഷയമായി കിടക്കുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരു ദിവസം മാത്രം, അതായത് ചിത്ര പൗർണമി ദിവസം മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശനമുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ പ്രാചീന തമിഴ്നാട്ടിലെ ചേര രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ കഥാപാത്രമായ കണ്ണകിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ. ചിലപ്പതികാരത്തിൽ പറയുന്ന പോലെ തന്നെ
മധുര നഗരം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകി മധുര മീനാക്ഷി ദേവിയുടെ അപേക്ഷയനുസരിച്ച് മധുര വിട്ട് വനത്തിലെ കുന്നിൻ മുകളിൽ വന്ന് കുടിയിരുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. വർഷത്തിൽ ഒരു ദിവസം മാത്രം പ്രവേശനമുള്ളതുകൊണ്ട് വളരെ വലിയ തിരക്കാണ് ഇവിടെ. 1500 വർഷങ്ങളോളം പഴക്കമുള്ളതുകൊണ്ടും വനമേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും ക്ഷേത്രം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. പൂർണ്ണമായും കരിങ്കല്ലിൽ പണികഴിച്ച ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ ഏതാനും കുറച്ച് അവശേഷിപ്പുകൾ മാത്രമാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. തമിഴ് വിശ്വാസവും സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ സന്ദർശകരിൽ 80% പേരും തമിഴ്നാട് സ്വദേശികളാണ്. വളരെ നാളത്തെ വ്രതമെടുത്തുകൊണ്ട് കാനന പാതയിലൂടെ നടന്നു വരുന്ന ഭക്തജനങ്ങളുമുണ്ട്. 2 സംസ്ഥാനങ്ങൾക്കിടയിലെ തർക്കഭൂമി ആയതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ വക പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. വർഷത്തിൽ ഒരു ദിവസം മാത്രം കർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ സ്ഥിരമായി ദേവി വിഗ്രഹം വയ്ക്കാറേയില്ല. ചിത്ര പൗർണമി ഉത്സവത്തിനായി തമിഴ്നാട്ടിലെ കമ്പത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വിഗ്രഹം കൊണ്ടുവരുന്നത്. കമ്പത്തുള്ള കണ്ണകി അമ്മാൾ ട്രസ്റ്റിനാണ് ഇന്നത്തെ മുഴുവൻ ചടങ്ങുകളുടെയും നടത്തിപ്പവകാശം. മംഗളാദേവിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയെങ്കിലും ശിവനെയും ഗണപതിയും ഒക്കെ ഇവിടെ ആരാധിക്കുന്നുണ്ട്. അതുപോലെ എനിക്കിവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ശിലയാണ്. ഭക്തജനങ്ങളെ ആരാധിച്ചു പോകുന്ന ഈ കല്ലിൻ്റെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ഒരു മനുഷ്യൻ്റെ മുഖം പോലെ കാണാം. ചേര രാജവംശകാലത്തെ വാസ്തുവിദ്യയിലാണ് കാട്ടിനുള്ളിലെ ഈ അത്ഭുത ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും പൗരാണികമായ കൊത്തുപണികൾ കാണാം. ഈ ഉൾക്കാട്ടിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഇത്രയും വലിയൊരു ക്ഷേത്രം, അതും പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചെടുത്തു എന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും. ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ അതിഗംഭീരമായ വിദൂര ദൃശ്യം കാണാൻ സാധിക്കും. ദൂരെ നമ്മളിപ്പോൾ കാണുന്നത് തമിഴ്നാട്ടിലെ ചെറുതും വലുതുമായ പട്ടണങ്ങളും വിശാലമായ കൃഷിസ്ഥലങ്ങളുമൊക്കെയാണ്. ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഭക്തജനങ്ങൾക്കായി ഇവിടെ പ്രസാദമുണ്ട്. തമിഴ്നാട്ടിലെ ഫുഡായ തക്കാളി സാദമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദം. എന്തായാലും നല്ല തിരക്കാണ്. താല്പര്യമുള്ളവർക്ക് ഇത് കഴിക്കാം. അതുപോലെ വലിയ ടാങ്കുകളിൽ കുടിവെള്ളവും ലഭ്യമായിട്ടുണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തിക്കിലും തിരക്കിനിടയിൽ ഇടിച്ചു കയറി ഞാൻ തക്കാളി സാദം കഴിച്ചു. അങ്ങനെ മംഗളാദേവി ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അങ്ങോട്ട് പോയപോലെ തന്നെ ട്രിപ്പ് ജീപ്പിലാണ് തിരിച്ചുള്ള യാത്രയും. 150 രൂപ തന്നെയാണ് ചാർജ്. വൈകിട്ട് 5 മണിക്കുള്ളിൽ എല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് പോകണമെന്നാണ്. ഇന്ന് വൈകിട്ട് പൂജകളൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് ക്ഷേത്രവും കാടും വന്യജീവികളും മാത്രം. ഇനി അടുത്ത വർഷം ഇതേ ചിത്ര പൗർണമി ദിനത്തിൽ ആളും ആരോഗ്യങ്ങളുമായി വീണ്ടും ആഘോഷം. അങ്ങനെ നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതും ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളാണ്. വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ പ്ലാസ്റ്റിക്കിന്റെ കവറുകളോ പ്ലാസ്റ്റിക്കിന്റെ വാട്ടർ ബോട്ടിലുകളോ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. കൃത്യമായ ചെക്കിങ് പോകുന്ന വഴിക്കുണ്ട്. നമ്മുടെ ടൈഗർ റിസർവിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗും എല്ലാം ചെക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് വസ്തുക്കൾ, മിഠായിയുടെ കവർ പോലും നമുക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഇതെല്ലാം നമുക്ക് അവിടെ വാങ്ങിച്ചു വെക്കും. നമുക്ക് അതുകൊണ്ട് നടന്നാണ് പോകുന്നതെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് സ്റ്റീലിന്റെ ഒരു ബോട്ടിൽ നമുക്ക് വെള്ളം കൊണ്ടുപോകാം. അതുപോലെ വല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ വല്ല പഴങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അല്ലാണ്ട് പ്ലാസ്റ്റിക്കിന്റെ കവറിലുള്ള ഒരു ഫുഡ് ഐറ്റംസും വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. നമുക്ക് അതുപോലെ വെള്ളം പോകുന്ന വഴിക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകുന്ന വഴിക്ക് കാടിന്റെ പല സ്ഥലങ്ങളിലും വെള്ളം അവൈലബിൾ ആണ്. നമുക്കത് വാട്ടർ ബോട്ടിൽ കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ കാര്യം അതുകൊണ്ട് പേടിക്കേ വേണ്ട. ഉറപ്പായിട്ടും പോകുന്ന വഴിക്ക് വെള്ളം അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം ഭക്ഷണമാണ്. ഭക്ഷണം നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് കെട്ടിച്ചുമന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ പ്രസാദമുണ്ട്. ആ പ്രസാദം കഴിക്കാം. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തമിഴ് ഫുഡ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്, നമുക്ക് കഴിക്കാം. വെറുതെ നമ്മൾ ഇവിടുന്ന് ആഹാരം കെട്ടിച്ചുമന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇത്രയും ദൂരെയുള്ള യാത്ര, ഒരു ട്രെക്കിംഗ് ആയിട്ടുള്ള യാത്ര പോകുമ്പോൾ പരമാവധി നമ്മുടെ കയ്യിലുള്ള ലഗേജുകൾ കുറയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം. മൂന്നാമത്തെ കാര്യം, വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് DSLR ക്യാമറകൾ കൊണ്ടുപോകാമെന്ന് ആരും വിചാരിക്കേണ്ട. മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ ക്യാമറകൾ അലോഡല്ല. പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോസ്, നമുക്ക് വീഡിയോസൊക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ എടുക്കാവുന്നതാണ്. നാലാമത്തെ പോയിന്റ്, നമ്മൾ യാത്ര ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്തുള്ള 13 കിലോമീറ്റർ ഓഫ് റോഡ് ട്രക്കിങ്ങിലൂടെയാണ്. നല്ല ഉൾവനത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ വനത്തിൽ കാട്ടുപോത്ത്, ആന, കടുവ, മ്ലാവ്, അങ്ങനെ പലതരത്തിലുള്ള വന്യമൃഗങ്ങളുണ്ട്. ഈ വന്യമൃഗങ്ങളെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെളുപ്പിനെ 5:30 ആദ്യത്തെ ട്രിപ്പിൽ തന്നെ നിങ്ങൾ പോകാൻ ശ്രദ്ധിക്കണം. കാരണം കുറച്ചായി കഴിഞ്ഞ് നല്ല തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വക മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റുമെന്ന് ചിന്തിക്കുകയേ വേണ്ട.
അഞ്ചാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നിങ്ങൾ കുമളിയിൽ നിന്ന് ട്രക്കിംഗ് രീതിയിലാണ് നിങ്ങൾ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നതെങ്കിൽ നിർബന്ധമായിട്ടും 3 മാസ്ക് എങ്കിലും നിങ്ങൾ കയ്യിൽ കരുതണം. കാരണം അതുപോലെ പൊടിയാണ് പോകുന്ന വഴിക്ക്. ജീപ്പുകളൊക്കെ തുരുതുരാ പോകുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. നിങ്ങൾ വേറെ എന്ത് സാധനം എടുക്കാൻ മറന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഒരു കാരണവശാലും മാസ്ക് എടുക്കാൻ മറക്കരുത്. കാരണം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ മുതൽ അവിടെ ചെല്ലുന്നവരെ പൊടിയിൽ കുളിച്ചാണ് നമ്മൾ ചെല്ലുന്നത്. ആറാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് 4 വീൽ വാഹനം ഉണ്ടെങ്കിൽ, അതായത് മഹീന്ദ്രയുടെ താറ് പോലുള്ള ഓഫ് റോഡിൽ പോകാൻ പറ്റുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ അറിയണം. കാട്ടുവഴിയിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസും കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കും. അങ്ങനെ പോകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതുപോലെ പൊടിയുള്ള സമയങ്ങളിൽ ഗ്ലാസ് കയറ്റിയിട്ട് AC ഒക്കെ ഇട്ട് സമാധാനമായിട്ട് പോകാൻ സാധിക്കും. അത് വളരെ വലിയൊരു കാര്യമാണ്. അത്രമാത്രം പൊടിയാണെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തലേദിവസം തന്നെ കുമളി RTO ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന് പ്രത്യേക ഒരു പെർമിറ്റ് ഉണ്ട്. ആ പെർമിറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തെടുക്കണം. ഇനി പറയുന്നത് 7ാമത്തെ കാര്യമാണ്. ഇതൊരു അഡ്വൈസ് ആണ്. നിങ്ങൾക്ക് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ 3 വഴികളാണുള്ളത്. ആദ്യത്തെ വഴി നമ്മൾ പോയ പോലെ തന്നെ കുമളിയിൽ നിന്നും, കുമളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ട്രിപ്പ് ജീപ്പ് വഴി പോകാം. അങ്ങനെ പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെളുപ്പിന് ഒരു 4:30 വന്ന് നിങ്ങൾ ക്യൂ നിൽക്കണം. കാരണം അന്യായ ക്യൂ ആണ്. നിങ്ങൾക്ക് ഒരു 8 മണി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 2.5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു വെയിൽ കൊണ്ട് ക്യൂ നിൽക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് രാവിലെ ഒരു 4:30 വരുവാണെങ്കിൽ 5:30 ആദ്യത്തെ വണ്ടിക്ക് നിങ്ങൾക്ക് കയറി പോകാൻ സാധിക്കും. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പോകുന്ന ജീപ്പ് പോകുന്ന അതേ വഴിയിലൂടെ തന്നെ നമുക്ക് നടന്നു പോകാനും സാധിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും പോകരുതെന്നാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. കാരണം അതുപോലെ പൊടിയാണ്. ഈ 13 കിലോമീറ്ററും പൊടി തിന്നു വേണം നമ്മൾ അവിടെ വരെ ചെല്ലാൻ. അങ്ങനെ നടന്നു പോകുന്നത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ രണ്ടാമത്തെ മാർഗത്തിലൂടെ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പ് എന്ന സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്റർ കാൽനടയായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കും. 7 കിലോമീറ്റർ നടക്കാൻ ആരോഗ്യമൊക്കെ ഉള്ളവർ അങ്ങനെ നടക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അങ്ങനെ പോകുമ്പോൾ നമുക്ക് പൊടി തിന്നേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. 7 കിലോമീറ്റർ പക്ഷെ നല്ല കയറ്റമാണ്. അതിനുള്ള ആരോഗ്യമുള്ളവർ ആ പരിപാടിക്ക് നിന്നാൽ മതി. അല്ലാത്തവർക്ക് ട്രിപ്പ് ജീപ്പ് വഴി തന്നെ പോകുന്നതാണ് നല്ലത്. മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് യാത്ര പോകുന്ന ആളുകളോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് ജീപ്പ് വഴി തന്നെയാണ് നിങ്ങൾ തിരിച്ചു വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ വരുമ്പോൾ ക്ഷേത്ര പരിസരത്ത് കാത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് ട്രിപ്പ് ജീപ്പ് കിട്ടാൻ പോകുന്നില്ല. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള പോലെയല്ല, ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര തിരക്കാണ്, ഇടിയാണ്. നമുക്ക് ക്യൂവോ കാര്യങ്ങളൊന്നുമില്ല. ആദ്യം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി, നിങ്ങൾ ആ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നിങ്ങൾ താഴത്തേക്ക് നടക്കുക. അങ്ങനെ നടന്നു കഴിയുമ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഇടയ്ക്ക് ആളുകൾ ഇറക്കി വിട്ടുകൊണ്ട് ജീപ്പ് തിരിക്കുന്നത് കാണാം. അങ്ങനെ തിരിക്കുന്ന വാഹനങ്ങളിൽ പെട്ടെന്ന് തന്നെ ചാടി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചു വരാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേരം കാത്തു കെട്ടി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ സാധിക്കുള്ളൂ. അങ്ങനെ കൊടുങ്കാട്ടിനുള്ളിലെ മംഗളാദേവി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മുമ്പോട്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി കാണുന്നവരെ ബൈ.